ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചു. അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷ സന്തോഷിനെയാണ് കെട്ടിയിട്ട് പണം അപഹരിച്ചത്. അടിമാലി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മോഷണം നടന്നത്. ക്യാൻസർ രോഗബാധിതയായ ഉഷ കീമോതെറാപ്പിക്ക് ശേഷം ഇന്നലെയാണ് വീട്ടിലെത്തിയത്. രാവിലെ 7 മണിയോടെ മകളും ഭർത്താവും പുറത്തുപോയി. ഈ സമയം ക്ഷീണത്താൽ ഉറങ്ങുകയായിരുന്നു ഉഷ. ഈ തക്കം നോക്കിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കടന്നത്. ഉഷയുടെ കൈകാലുകൾ കട്ടിലിൽ ബന്ധിച്ച ശേഷം വായ്ക്കുള്ളിൽ തുണി തിരുകി. തുടർന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 16,000 രൂപ മോഷ്ടാവ് കവർന്നു. ഏറെ സമയമായി വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഉഷയെ കാണാതെ വന്നതോടെ പ്രദേശവാസികൾ വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ഇവരെ കണ്ടത്. പിന്നാലെ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 6 വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ് ഉഷ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ചികിത്സയ്ക്കാവശ്യമായ ചെറിയ തുകകൾ പിരിച്ചു നൽകുന്നത്. ചികിത്സയ്ക്കായി ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടാവ് അപഹരിച്ചു കൊണ്ടുപോയത്. മോഷ്ടാവിനായി തിരച്ചിൽ വ്യാപകമാക്കിയതായി അടിമാലി പോലീസ് പറഞ്ഞു. ജനം, ഇടുക്കി.